ഷൈൻ ടോം ചാക്കോയെ എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യുന്ന പുരോഗമിക്കുകയാണ്. എസ് ശരണിലേക്ക് വീണ്ടും. ശരൺ, ഇപ്പോൾ സമയം 10:42 ചോദ്യം ചെയ്യൽ ഏത് ഘട്ടത്തിലാണ്? ആരൊക്കെ ചേർന്നുള്ള ചോദ്യം ചെയ്യലാണ്? നേരത്തെ ഷൈൻ ടോം ചാക്കോ നടത്തിയ കൂടിക്കാഴ്ചകളും ഹോട്ടൽ മുറികളിലെ താമസമൊക്കെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൂടി കാണിച്ചുള്ള ചോദ്യം ചെയ്യലാണ് പുരോഗമിക്കുന്നത് എന്ന് കരുതേണ്ടേ? അതോടൊപ്പം തന്നെ ഈ ചോദ്യം ചെയ്യലും ചിത്രീകരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ, ശരൺ? സ്മൃതി, ചോദ്യം ചെയ്യലിൻ്റെ വീഡിയോ ചിത്രീകരണം നേരത്തെ തന്നെ പോലീസ് തീരുമാനിച്ചിരുന്നതാണ്. ഷൈൻ നൽകുന്ന ഓരോ മറുപടിയും ചിത്രീകരിക്കാനായിരുന്നു തീരുമാനം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വീഡിയോ ചിത്രീകരിച്ചുകൊണ്ട് കൂടി ഈ ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പോലീസ് ഇതുവരെ ശേഖരിച്ച എല്ലാ വിവരങ്ങളുടെയും അടിസ്ഥാനത്തിലുള്ള ചോദ്യം ചെയ്യലാണ്. അത് എത്ര സമയമായി എന്നുള്ള കാര്യത്തിലാണ് വ്യക്തത വരാനുള്ളത്. എന്തായാലും വന്നതിന് ശേഷം കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ആ ചോദ്യം ചെയ്യൽ ആരംഭിച്ചതെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. നോർത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് ഇന്ന് രാവിലെ 10 മണിക്ക് ഹാജരാകണമെന്നുള്ള നിർദ്ദേശമാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. ആ നോട്ടീസ് വീട്ടിൽ നേരിട്ട് എത്തിക്കുകയാണ് ചെയ്തിരുന്നത്. അപ്പോൾ വീട്ടുകാർ പിന്നീട് പറഞ്ഞിരുന്നത്, ബന്ധുക്കൾ പറഞ്ഞിരുന്നത്, അച്ഛനടക്കം പറഞ്ഞിരുന്നത് ഇന്ന് 3 മണിക്കായിരിക്കും ഷൈൻ ഹാജരാകുക എന്നുള്ളതാണ്. തമിഴ്നാട്ടിലായതിനാൽ തന്നെ വരാൻ വൈകുമെന്നുള്ളതാണ്. പിന്നീടാണ് ഷൈൻ തന്നെ പോലീസിനെ അറിയിക്കുന്നത് 10:30 ഹാജരാകുമെന്നുള്ള. ഇന്ന് രാവിലെ എറണാകുളം സെൻട്രൽ ACP ആയ C ജയകുമാർ അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് 10:30 ഇവിടേക്ക് എത്തുമെന്നുള്ളതാണ്. പക്ഷേ എപ്പോഴാണോ സമയം കൊടുത്തിരുന്നത്, ചോദ്യം ചെയ്യലിനായി സമയം കൊടുത്തത്, ആ കൃത്യസമയത്ത് തന്നെ എത്തി എന്നുള്ളതാണ്. 10 മണിയോടുകൂടി തന്നെ ഷൈൻ എത്തിയിരിക്കുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നത്. നേരത്തെ പല കേസുകൾ, നേരത്തെ ഉണ്ടായ കൊക്കെയിൻ കേസാണെങ്കിലും ഒപ്പം തന്നെ ഹൈബ്രിഡ് കഞ്ചാവ് കേസടക്കം, അങ്ങനെ ഷൈൻ ടോം ചാക്കോ കഴിഞ്ഞ കുറേ കാലമായിട്ട് പോലീസിൻ്റെ റഡാറിലാണെന്നുള്ള കാര്യത്തിൽ, പോലീസിൻ്റെ എക്സൈസിൻ്റെയും റഡാറിലാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഷൈനിൻ്റെ ഓരോ നീക്കങ്ങളും കൃത്യമായി പോലീസ് എക്സൈസ് എല്ലാം തന്നെ നിരീക്ഷിക്കുകയും ചെയ്തിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനമായി മാറുന്നത് കഴിഞ്ഞ 1 മാസത്തെ വിവരങ്ങൾ പോലീസ് ഇതിനകം തന്നെ ശേഖരിച്ചിട്ടുണ്ടെന്നുള്ള. അതിൻ്റെ ഭാഗമായിട്ടാണ് 6 ഹോട്ടലിലേക്ക് എത്തുകയും CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുകയും ചെയ്തിരിക്കും. ഒപ്പം തന്നെയാണ് മൊഴിയെടുപ്പിലേക്ക് കടന്നിരുന്നത്. ഇതിൽ ഷൈൻ ടോം ചാക്കോയെ ആഡംബര ഹോട്ടൽ മുറിയിലേക്ക് എത്തിച്ച, അല്ലെങ്കിൽ ഹോട്ടലിലേക്ക് എത്തിച്ച ഒരു ഇരുചക്ര വാഹനക്കാരനെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയിരുന്നതാണ്. പക്ഷേ ഇയാൾക്ക് മറ്റൊന്നും റോളില്ല എന്ന് കണ്ടെത്തിയോടുകൂടി പോലീസ് ഇയാളെ വിട്ടയക്കുകയായിരുന്നു. ഇതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം, എന്തുകൊണ്ട് കൊച്ചിയിൽ തന്നെ നിൽക്കാതെ ആ ഓട്ടം പൊള്ളാച്ചിയിലെത്തി നിന്നു എന്നുള്ളൊരു പ്രസക്തമായ ചോദ്യമുണ്ട്. അത് എന്തോ മറച്ചു വയ്ക്കാൻ എന്നുള്ളത് തന്നെയാണ് പോലീസ് ഇപ്പോഴും സംശയിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ സംശയ നിവാരണം നടത്തേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഇറങ്ങി ഓടിയെന്നുള്ളത്, അതിൽ കൃത്യമായ മറുപടി ഷൈൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. അതിന് ശേഷമായിരിക്കും മറ്റ് ചോദ്യങ്ങളിലേക്ക് കടക്കുകയും ചെയ്യുക. ആദ്യം അതിൽ വ്യക്തത വരുത്താനുള്ള ചോദ്യം ചെയ്യലാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെയാണ് ഷൈൻ്റെ ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്ത് പരിശോധിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഷൈൻ ആരൊക്കെയാണ് ഈ 6 ഹോട്ടലിൽ താമസിച്ചതെന്ന് പറയുമ്പോൾ തന്നെ, CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ഷൈൻ ആരൊക്കെയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, ആരൊക്കെയായിട്ട് കൂടിക്കാഴ്ചകൾ നടത്തിയിട്ടുണ്ട്, ലഹരി ഇടപാടുകാരുമായിട്ട് എന്തെങ്കിലും ബന്ധം സൂക്ഷിച്ചിട്ടുണ്ടോ എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ അത് ഈ ഫോണിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഉള്ളത്. ഇനി ഇത് ഡിലീറ്റ് ചെയ്യപ്പെട്ടാൽ പോലും അത് ഫോൺ കസ്റ്റഡിയിലെടുത്ത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കാനുള്ള നീക്കവും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്യും. എന്നാലും വിശദമായ ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ നടക്കുന്നത്. 1, 2, 3 ഉദ്യോഗസ്ഥരല്ല, 5-ലധികം ഉദ്യോഗസ്ഥർ ഇരുന്നുള്ളൊരു ചോദ്യം ചെയ്യലാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. നേരത്തെ തന്നെ എറണാകുളം സെൻട്രൽ ACP ആയ C ജയകുമാർ നോർത്ത് സ്റ്റേഷനിലേക്ക് എത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് നാർക്കോട്ടിക് ACP ആയ അബ്ദുൾ സലാം കൂടി എത്തിയിരിക്കുന്നത്. അതിൻ്റെ കാരണം ഡാൻസ് ഓഫ് സംഘമാണ് ഇത്തരത്തിൽ പരിശോധന നടത്തുന്നതിനിടയിൽ ഷൈൻ ടോം ചാക്കോ അവിടെ നിന്ന് ഇറങ്ങി ഓടിയിരിക്കുന്നത്. ഈ ഡാൻസ് ഓഫ് സംഘം വരുന്നത് നാർക്കോട്ടിക് ACPയുടെ കീഴിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നടന്ന കാര്യങ്ങൾ എന്താണെന്ന് വിശദീകരിച്ചുകൊണ്ടുള്ളൊരു റിപ്പോർട്ട് പോലീസിന് ഡാൻസ് ഓഫ് സംഘം നൽകുകയും ചെയ്യുന്നു. അതിൽ പ്രധാനമായി പറഞ്ഞിരുന്നത്, ഞങ്ങൾ ഇന്ന സമയത്ത് 10:45 ഒരു രഹസ്യ വിവരം ലഭിക്കുന്നു, കൊച്ചി നഗരത്തിലെ പ്രധാന ഡ്രഗ് ഡീലറായ സജീർ ഈ ഹോട്ടലിലേക്ക്, വേദാന്ത ഹോട്ടലിലേക്ക് എത്തിയിട്ടുണ്ടെന്നുള്ള രഹസ്യ വിവരം ഞങ്ങൾക്ക് ലഭിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അവിടേക്ക് വരുന്നു. അങ്ങനെ വന്ന് റിസപ്ഷനിൽ പരിശോധിച്ചപ്പോഴാണ് റിസപ്ഷനിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഷൈൻ ടോം ചാക്കോ ഇന്ന മുറിയിലുണ്ടെന്നുള്ളത്. 3ാമത്തെ ഫ്ലോറിലുള്ള 314 നമ്പർ മുറിയിലുണ്ടെന്നുള്ളത് മനസ്സിലാക്കുന്നത്. അങ്ങനെ ആ മുറിയിലേക്ക് എത്തുന്നു. മുറിയിലെത്തിയിട്ട് ബെല്ലടിക്കുന്നു. ബെല്ലടിച്ച് റൂം സർവീസ് എന്ന്
എന്ന് പറയുമ്പോൾ ഇവിടെ സർവീസ് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഷൈൻ ടോം ചാക്കോ ആ ജനൽ വഴി ചാടി സ്വിമ്മിംഗ് പൂളിൻ്റെ സൈഡിലൂടെ ഓടുന്നത് ആണ് പിന്നീട് കാണാൻ കഴിഞ്ഞത്. അതിലെന്തോ ഒരു ദുരൂഹതയുണ്ട്. കാരണം ഇങ്ങനെ ചോദിക്കുമ്പോൾ തന്നെ കൃത്യമായ മറയ്ക്കാനൊന്നുമില്ലെങ്കിൽ ആ മറുപടി നൽകിക്കൊണ്ട് ഷൈൻ ടോം ചാക്കോയ്ക്ക് ആ വാതിൽ തുറക്കാമായിരുന്നു. പക്ഷേ എന്തോ മറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ദുരൂഹത അവിടെയുണ്ട്. അതിൽ വ്യക്തത വരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഡാൻസർ സംഘം പോലീസിന് റിപ്പോർട്ട് നൽകുകയും ചെയ്തിരുന്നത്. അങ്ങനെയാണ് എറണാകുളം സെൻട്രൽ ACP ഈ അന്വേഷണം ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുന്നത്. സെൻട്രൽ ACPയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യുമ്പോൾ തന്നെ ഡാൻസർ സംഘം കൂടി ചോദിച്ചറിയുന്നുണ്ട് ഷൈനിനോട് എന്തിന് വേണ്ടിയാണ് പൊള്ളാച്ചി വരെ ആ ഒരു ഓട്ടം നിലനിർത്തിയെന്നുള്ളതാണ്. എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനമായും ഒരുപാട് കാര്യങ്ങൾ ഇതിനകം തന്നെ പോലീസ് ശേഖരിച്ചതായുണ്ട്. ഒന്ന്, ഈ ഷൈൻ എത്ര ദിവസം ആ വേദാന്ത ഹോട്ടലിൽ താമസിച്ചു എന്നുള്ളത് പോലീസ് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൽ പ്രധാനമായും പോലീസ് പറയുന്നത് ഒരു ദിവസം മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ അത് മാത്രമല്ല, മറ്റ് 5 ഹോട്ടലുകൾ കൂടി താമസിച്ചിരുന്നു. അപ്പോൾ അവിടെ എത്തിയത് ആരൊക്കെ എന്നുള്ളത് CCTV ദൃശ്യങ്ങളിലൂടെ തന്നെ പോലീസ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി വേദാന്ത ഹോട്ടലിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ 2 യുവതികൾ വന്നിരുന്നതാണ്. ആ യുവതികൾ എന്ത് സാഹചര്യത്തിലാണ് എത്തിയെന്നുള്ളത് പോലീസ് പരിശോധിച്ചിരുന്നതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് അവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തത്. അപ്പോൾ ആ 2 പേര് പറഞ്ഞത് വേറെ ഒരാളുമായിട്ട് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു. ആ സാമ്പത്തിക ഇടപാടുകൾ ലഹരി ഇടപാടുകളുടെ ഭാഗമല്ല എന്നുള്ളത് പോലീസ് കണ്ടെത്തുകയും ചെയ്യുന്നു. അങ്ങനെ അവരെ വിട്ടയക്കുന്നു. അതിനുശേഷമാണ് മറ്റ് ആളുകളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്ക് പോലീസ് നീങ്ങുകയും ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ 32 ചോദ്യങ്ങൾ അടങ്ങുന്ന ചോദ്യാവലി തയ്യാറാക്കിയിരിക്കുന്നത്. അതിൽ ഓരോ ചോദ്യത്തിനും കൃത്യമായി തന്നെ ഷൈൻ ടോം ചാക്കോയ്ക്ക് മറുപടി നൽകേണ്ടി വരും.